ஹல்லேலூயா, ஹல்லேலூயா. தேவனுக்கு மகிமை உண்டாவதாக. இந்த நாளில் மீண்டும் ஒரு முறை உங்களோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாய் தூய ஆவியானவர் நம்மோடு பேச விரும்புகிற வார்த்தைகளை கொஞ்சம் உங்களுக்கு ஞாபகப்படுத்தும்படியாய் தேவன் தந்த கிருபைக்காய் நான் தேவனுக்கு துதி செலுத்துகிறேன். அன்புக்குரிய யாவருக்கும் ரட்சகரும் ஆண்டவருமாகிய இயேசு நாமத்தில் அன்பின் வாழ்த்துக்கள். ஹல்லேலூயா. வெளிப்படுத்தின விசேஷம் 21 அதிகாரம் 5 வசனத்தை வாசிக்கிறோம். வெளிப்படுத்தல் 21:5 சொல்லுகிறது, இதா நான் சகலத்தையும் புதிதாக்குகின்றேன், சகலத்தையும் புதிதாக்குகிறேன். இது உண்மையின் சத்தியமுள்ள வார்த்தை, அதை எழுதுன்னு சொல்கிறார். സകലത്തെയും പുത്തനായിട്ട് മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ തീരുമാനം ആണ് ഇവിടെ ഞാൻ വായിക്കാൻ കേട്ടത്. ഹല്ലേലൂയ. ദൈവം ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ലോകത്തെ സൃഷ്ടിപ്പാനും മനുഷ്യനെ സൃഷ്ടിപ്പാനും ദൈവം തീരുമാനിച്ചു, സൃഷ്ടിച്ചു. അത് 1:28 വായിക്കുമ്പോൾ, அதாவது நீ பலுகி பெருகி பூமியை நிரப்பி சகலத்தை ஆட்சி செய்து கொள்ளுங்கள் என்று சொல்லி தெய்வம் അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ അവർ ആദമും ഏവാളും ദൈവ കൽപ്പന അനുസരിച്ചില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അവർ പൈശാചിൻ്റെ പുറകിൽ ചെന്നു എന്നുള്ളത് അവിടെ വചനങ്ങളിലൂടെ കാണാം. 3-ാമത്തെ വരുമ്പോൾ അങ്ങനെ പൈശാച് പറയുന്നത് അനുസരിച്ചു. അതുകൊണ്ട് അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. പിന്നീടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് ഉൽപ്പത്തി 3-ാമത്തെ 16 വായിക്കുന്നത് പോലെ, നീ പെരുകുമ്പോൾ വേദനയെ പെരുക பண்ணுவேன், இந்த பூமி நின் முகாந்திரம் ശപിക്കപ്പെട്ടിരിക്കും, കഷ്ടമും കണ്ണീരും, നീ ജീവിച്ചിരിക്കുമ്പോഴും കഷ്ടത്തോടെ തന്നെ ജീവിക്കണം, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും എന്നുള്ള ശാപവാക്കുകൾ ദൈവം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതം ഈ ലോകത്തിൽ ഇതുവരെ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. ഇത്രയും വർഷങ്ങളായിട്ടും ഈ ലോകത്തിനെ എങ്ങനെയെങ്കിലും ശരിയാക്കി ഈ ശാപങ്ങളും കണ്ണുനീരുകളും കഷ്ടതകളും ഇല്ലാതെ സൃഷ്ടിപ്പാൻ, അത് മാറ്റി அமைക്കാൻ, അത് അങ്ങനെ ചെയ്യുവാനായിട്ട് പല പ്രയാസം, അധ്വാനം, അതിനുടെ റിസർച്ച് അങ്ങനെയൊക്കെ നടക്കുന്നു. എന്നാലും സാധിക്കുന്നില്ല അല്ലേ? ഇങ്ങനെ തന്നെ ഈ ജീവിതമായിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനം ഈ ശാപമാണ്. പക്ഷേ എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇസ്രായേലർക്കും കുറച്ച് കാലം കൊടുത്തു, നിയമങ്ങളൊക്കെ കൊടുത്തു, നിങ്ങളെ ഞാൻ അനുഗ്രഹമായി വയ്ക്കുമെന്ന് ആവർത്തന പുസ്തകം ഉപാഗമം 28 അധികാരം മുതൽ 14 വചനങ്ങളിൽ കാണാം. ഈ ലോകത്തിൽ നിങ്ങളെ അനുഗ്രഹമായിട്ട് ഞാൻ വയ്ക്കും, എൻ്റെ മക്കളായി നിങ്ങൾ ഇരിക്കുവേൻ, ഞാൻ പറയുന്നത് എൻ്റെ ഉപദേശം അല്ലെങ്കിൽ ന്യായവിധി പ്രകാരം ജീവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും അവരും പൈശാചിൻ്റെ പുറകിൽ പോയി അവിടെ ഒരു ബിംബാരാധന ചെയ്തു എന്നുള്ളതൊക്കെ കാണാം. പിന്നീട് അവരെയും ഉപേക്ഷിച്ചു. യെശയ്യാ 65:17 വായിക്കുമ്പോൾ, ഇതാ ഞാൻ പുതിയ വാനവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ പോകുന്നു, മുമ്പിലെത്തവ വേണ്ട മറക്കുന്നു എന്നുള്ളത് യെശയ്യാ 65:17 കാണാം. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിനെ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും അവർ അനുഗ്രഹമായിട്ട് ഇവിടെ കാണണം എന്നുള്ളത്, ഇരിക്കണം, ജീവിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ തീരുമാനമാണ്. പിന്നീട് അതൊക്കെ പൈശാചിൻ്റെ പിടിയിൽ പോയി അവരൊക്കെ ദൈവത്തെ വിട്ട് അകന്ന് ചെന്നത് കൊണ്ട് ഇതിന് പകരം പുതിയതായിട്ട് ഒരു ആകാശവും ഭൂമിയും സൃഷ്ടിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ തീരുമാനമാണ്. അല്ലല്ലേ? മനസ്സിലാകുന്നല്ലോ? ഈ തീരുമാന പ്രകാരമാണ് യേശുവിനെ ദൈവം അയച്ചത്. ദൈവം ഇവിടെ യേശു വന്ന് ആദ്യമായിട്ട് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പ്രസംഗിച്ചതല്ലേ? സ്വർഗം എന്ന് പറയുന്നാൽ മുകളിൽ ഉയരെ ഇരിക്കുന്നതല്ലേ? ആ സ്വർഗരാജ്യം സമീപിച്ചു. അവിടെ ചെല്ലുവാനായിട്ട് ഉള്ള കാര്യങ്ങളാണ് യേശു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാക്കും. കാരണം ഈ ലോകത്തിനെ ശരിപ്പെടുത്തുവാൻ, പുതിയതാക്കുവാൻ, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി അത് ആദ്യത്തിൽ ഇരുന്നതുപോലെ തിരിച്ച് കൊണ്ടുവരുവാൻ കഴിയില്ല, വേണ്ട എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഈ ലോകം വേണ്ട, മതി, നിങ്ങൾ
2 പത്രോസ് 3-ാം അധ്യായത്തിലെ 7-13 വരെ വരുമ്പോൾ ആ വചനങ്ങൾ വായിക്കുമ്പോൾ, இப்போ இருக்கிற வானம் பூமி அந்த வார்த்தையினாலே தீக்காய் சூழ்ச்சிச்சு வச்சிருக்கணும், அக்கினிக்கு இரையாக வைக்கப்பட்டிருக்கிறது, பஞ்சபூதங்கள் வெந்து உருகி போகிறது. 13-ാം വചനം വരുമ്പോൾ ദൈവനീതി വസിക്കുന്ന, ദൈവനീതി വാസം பண்ணுം, പുതിയ വാനമും പുതിയ ആകാശത്തിനായിട്ടും പുതിയ ഭൂമിക്കായിട്ടും നമ്മൾ കാത്തിരിക്കുന്നു. പുതിയ വാനമത്തുക്കായി ഭൂമിക്കായി കാത്തിരിக்கிறோം. മനസ്സിലായല്ലോ? അവിടെ യേശുവൻ മുഖാന്തരമായിട്ട്, യേശായ പ്രവാചകൻ മുഖാന്തരമായിട്ട് പറഞ്ഞതിനെ യേശായ 65:17 പറഞ്ഞതാണ് യേശുവൻ മുഖാന്തരമായിട്ട് അത് വിശദമായിട്ട് നമുക്ക് പറഞ്ഞ് കൽപ്പിച്ച് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനെയാണ് അപ്പോസ്തലനായ പൗലോസും അത് ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ. അല്ലേ? യേശായ പ്രവാചകൻ പറഞ്ഞതും അതാണ്. ആ വാഗ്ദത്ത പ്രകാരം 2 പത്രോസ് 3:13 വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായി വീട്ട് കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം അത് യേശായ പ്രവാചകനെ കൊണ്ട് പറഞ്ഞതാണ്. പിന്നീട് യേശു കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിക്കായി നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ് സുവിശേഷം നമുക്ക് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ പഴയ സൃഷ്ടിക്കല്ല, ഈ പഴയ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അതെ, എത്ര വർഷമായി, എவ்வளோ കാലമായി, എന്തൊക്കെ ഇവിടെ നമ്മൾ പെയിൻ്റ് അടിച്ചാലും കളർ ലൈറ്റ് ഇട്ടാലും എന്തൊക്കെ ചെയ്താലും ഇത് പഴസ് തന്നെ, അല്ലല്ലേ? അത് പുതുതാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഒരു പുതിയ വീട് കെട്ടിയാൽ കുറച്ച് കാലത്തിൽ അത് പഴസായി പോകുന്നു. ഒരു പുതിയ വസ്ത്രം എന്നാൽ കുറച്ച് കാലത്തിൽ അത് പഴസാകുന്നു. ഇതുപോലെ ഏത് കാര്യവും പഴസായി ഇല്ലാതെ പോകുന്നു. നമ്മുടെ ശരീരം പുതുസായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ കുറച്ച് വളർന്നു ഒരു പ്രായം വന്ന ശേഷം അങ്ങനെ കുറച്ച് തേഞ്ഞ് മാഞ്ഞുകൊണ്ടേ വരുന്നു. അവരുടെ ബലം കുറയുന്നു. ശാരീരികാവസ്ഥകളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. പിന്നീട് മണ്ണിൽ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും എന്ന് ദൈവം പറഞ്ഞതുപോലെ അങ്ങനെ അതും അവസാനിക്കുന്നു. ഇവിടെ കാണുന്ന എല്ലാ കാര്യവും അങ്ങനെ മറഞ്ഞ് ക്ഷയിച്ചു പോകുന്നു എന്ന് അവിടെ 2 കൊരിന്തി 4-ാം അധ്യായം 16-ാം വചനത്തിൽ പൗലോസ് പറയുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു, അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അല്ലേ? അപ്പോൾ ഇതൊക്കെ പഴസാകുന്നു, ഇതൊക്കെ ക്ഷയിച്ച് അല്ലെങ്കിൽ മറിഞ്ഞ് അഴിഞ്ഞ് അങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നാം ഒരു വർഷത്തിൻ്റെ അവസാനത്തെ സമയത്തിൽ വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ജനുവരി 1-ാം തീയതി വന്നാൽ പുതിയ വർഷം, പുത്തൻ വർഷമാണ്, പുതുസാണ് എന്നൊക്കെ പലരും ആഘോഷിക്കും. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെ എത്ര വർഷമാണ് പുതുസ് എന്ന് ആഘോഷിച്ച് അങ്ങനെ പോയത്, തള്ളിക്കളഞ്ഞതല്ലേ? പലപ്പോഴും ഈ വർഷം ഇങ്ങനെ കഷ്ടമും കണ്ണുനീരുമായല്ലോ, ഇനി വരുന്ന വർഷമെങ്കിലും കുറച്ച് സന്തോഷമായിട്ട് അങ്ങനെ വിശ്രമിക്കുവാനുള്ള സമയമായിട്ട്, ആറുതലിൻ സമയം കാലമായിട്ടായിരിക്കുമോ എന്നൊക്കെ പലരും പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ നമുക്കൊന്നും പറയുവാനല്ല, അല്ലല്ലേ? അതെ, അത് യാക്കോബ് 4:4 വായിക്കുമ്പോൾ, നാളെ നടപ്പത് உங்களுக்கு தெரியாது, உங்களுடைய ஜீவன் எப்படிப்பட்டது, தேவனுக்கு சித்தமானால் நாங்கள் உயிரோடு இருந்தால் இன்னென்ன காரியத்தை செய்வோம்னு சொல்லணும் அப்படின்னு சொல்லியிருக்காங்க. சரிதானே? അതുകൊണ്ട് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മ ആർക്കും അറിയില്ല, അല്ലല്ലേ? എന്നാലും ദൈവം എങ്ങനെ വച്ചാലും, ഏത് രീതിയിൽ വച്ചാലും, പൗലോസ് പറയുന്നത് പോലെ ഏത് സാഹചര്യത്തിലും മനരമ്യமாக இருக்க கற்றுக்கொண்டேன். അല്ലേ? തമിഴില് എനിക്ക് വചനം തമിഴിലാണ് കാണാപാഠമായി, ഇതല്ലല്ലോ? മനരമ്യമായി இருக்க ഞാൻ കற்றுക്കൊണ്ടേൻ, ദൈവം അങ്ങനെ എനിക്ക് പഠിപ്പിച്ചു എന്ന് അവർ പറയും. അതുപോലെ നമ്മളുടെ ജീവിത സാഹചര്യം എങ്ങനെ ആയിരുന്നാലും നമ്മൾ അങ്ങനെ ദൈവത്തിൽ സന്തോഷിച്ച് അങ്ങനെ ജീവിക്കാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്, അല്ലല്ലയോ? ഇവിടെ ഒരു വചനമുണ്ടല്ലോ, അവിടെ തമിഴിൽ ഇപ്പടിയാകും, അവരുടെ തീരുമാനത്തിൻപടി അழைക്കപ്പെടും. 28 റോമ 8:28 വായിച്ചാലേ, റോമ 8:28 அன்றியும் அவருடைய தீர்மானத்தின்படி அழைக்கப்பட்டவர்களாய் தேவனிடத்தில் அன்பு கூறுகிறவர்களுக்கு சகலவும் நன்மைக்கு ஏதுவாக நடக்கிறது என்று அறிந்திருக்கிறோம். നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ എങ്കിലേ, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട് എങ്കിലേ ദൈവത്തിൻ്റെ അടുക്കൽ വരുവാനും യേശുവിൻ്റെ പുറകിൽ ചെല്ലുവാനും, അതായത്
യോഹന്നാൻ 10:27-28, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എൻ്റെ പുറകിൽ ചെല്ലുന്നു, വരുന്നു, അല്ലെങ്കിൽ അനുഗമിക്കുന്നു, അവയെ ഞാൻ അറിയുകയും അവയെ എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നു, ആരും പിടിച്ചു പറിക്കുന്നില്ല, അവർക്ക് ഞാൻ നിത്യജീവൻ നൽകുന്നു. ഹല്ലേലൂയ. അവിടെ യേശുവിൻ്റെ പുറകിൽ ചെല്ലുവാൻ വിളിക്കപ്പെട്ടു എങ്കിൽ, യേശുവിൻ്റെ പുറകിൽ ചെല്ലുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ദൈവം നമ്മെ യേശുവിൻ്റെ പുറകിൽ ചെല്ലുവാൻ വിളിച്ചത് കൊണ്ട് ദൈവത്തിൽ തന്നെ നമ്മൾ അധികമായിട്ട് സ്നേഹം, അല്ലേ, ദൈവത്തിൽ അൻപ് കൂറുகிறവർ തമിഴിൽ, ദൈവത്തിൽ തന്നെ നമ്മുടെ സ്നേഹം മുഴുവനും അവിടെ വച്ചിരിക്കുന്നു എങ്കിൽ, അതായത് യേശു പറയുമ്പോൾ അച്ഛനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ എന്നിലും അധികമായി സ്നേഹിക്കുന്നവൻ എനിക്ക് പാത്രനല്ല, എൻ്റെ ശിഷ്യനാകുന്നില്ല എന്ന് പറഞ്ഞല്ലേ, എന്നൊക്കെ വചനം അറിയാം. അങ്ങനെ ഇതെല്ലാത്തേക്കാൾ അധികമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നു, ദൈവത്തിനെ സ്നേഹിക്കുന്നു. ദൈവം വിളിച്ചതാണ് യേശുവിൻ്റെ പുറകിൽ ചെല്ലുവാൻ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ അങ്ങനെ ആത്മാർത്ഥമായ സ്നേഹം വയ്ക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ നന്മയ്ക്കായിട്ടാണ് നടക്കും, അല്ലല്ലേ എന്നാണ് ദൈവവചനം പറയുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ, അത് യേശു പറയുമ്പോൾ അങ്ങനെയല്ലേ, അവർ എൻ്റെ കയ്യിലാണ്, ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കയ്യിലാണ് നമ്മളായിരിക്കും എങ്കിലേ നമുക്ക് നടക്കുന്നത് അത് ഏത് രീതിയിലും ആവാം. അത് നന്മയായിട്ട് ദൈവം ഏതോ രീതിയിൽ ഒരു നന്മ കരുതി അല്ലെങ്കിൽ ഉദ്ദേശിച്ചാണ് അങ്ങനെയൊക്കെ അനുമതിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലല്ലോ, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ അറിവില്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ലല്ലോ, അത് ഉറപ്പല്ലേ. അതുകൊണ്ട് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലല്ലോ. അതുകൊണ്ട് അവിടെ 1 പത്രോസ് 5-ാം വായിപ്പോൾ, അതുകൊണ്ട് നമ്മളിൽ ഇങ്ങനെയാണ്, ഏറ്റ കാലത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ അവരുടെ ബലത്തെ കൈക്കുൾ അടങ്ങിയിരിക്കുവൻ, അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ആയിരിക്കുന്നു എങ്കിൽ ആരും പിടിച്ചു പറിക്കില്ല, അല്ലല്ലേ. അതാണ് കാര്യം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം എങ്ങനെയാണ്, നമ്മൾ ആരോട് ഐക്യതയിൽ ആയിരിക്കുന്നോ, സഭയിലോ സംഘടനയിലോ ഒരു ഐക്യതയിൽ ആയിരിക്കുന്നതല്ല പ്രധാനം. അവിടെ 1 യോഹന്നാൻ 1-ാം വായിക്കുമ്പോൾ ഞങ്ങളുടെ ഐക്യത പിതാവോടും അവരുടെ പുത്രനായ യേശുവോടും ആയിരിക്കുന്നു, അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയും, നമ്മളുടെ ഐക്യത ഈ ലോകപ്രകാരമായ മനുഷ്യരോട് ആയിരിക്കും എങ്കിൽ അതൊക്കെ മാറിപ്പോകുമല്ലേ, നമ്മൾ കാണുന്നതല്ലേ. ഐക്യതയിലിരിക്കുന്ന ആരാനാലും, അച്ഛനോ അമ്മയോ മക്കളോ ഭർത്താവോ ഭാര്യയാവോ, ഏത് രീതിയിലായ റിലേഷൻ ആവാം, ബന്ധങ്ങളും ആവാം, അതൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും കാണുന്ന കാര്യമാണ്, അല്ലല്ലേ. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊണ്ട് മാറിപ്പോകും, ഈ ഐക്യതകളൊക്കെ പോകും. അതുകൊണ്ടാണ് യേശു മരിയ ഇടത്തിൽ ഇങ്ങനെ പറഞ്ഞു. മാർത്താ മരിയ എന്ന് പറയുന്ന ആ 2 പേരുടെ കാര്യം നമുക്കറിയാമല്ലോ. ആ വീട്ടിൽ യേശു പോയപ്പോൾ അവിടെ യേശു പറയാണ്, ഈ മരിയ തമിഴിൽ ഇങ്ങനെയാണ്, തന്നെ വിട്ട് ഇടപെടാതെ நல்ல பங்கை தெரிந்து கொண்டாள் அப்படின்னு சொல்வார். ஹல்லேலூயா. மார்த்தாளே நீ அநேக காரியங்களை குறித்து கவலைப்பட்டு கலங்குகிறாய். മരിയാളോ തന്നെ വിട്ട് ഇടപെടാതെ നല്ല പങ്ക്. ആ വാക്ക് നമുക്കറിയാൻ വരുന്നത് ഞാൻ സംസാരിക്കുകയാണ്, അല്ലല്ലോ. വചനം എടുത്താൽ സമയം പോകും. നമുക്കറിയാം തന്നെ വിട്ട് ഇടപെടാതെ നല്ല പങ്ക് എന്ന് യേശു പറയുന്നത് അവിടെ കാണാം. അപ്പോൾ മറ്റേ കാര്യമൊക്കെ നമ്മെ വിട്ട് മാറിപ്പോകും എന്നുള്ളതാണ് വസ്തുത, അല്ലല്ലോ. യേശു മാത്രമാണ് മാറാത്തവൻ, അല്ലേ. നമ്മ വിട്ട് അപ്പോൾ പൗലോസ് പറയാണ്, കഷ്ടതയോ കണ്ണുനീരോ പ്രശ്നമോ എന്തെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തെ വിട്ട് ഞങ്ങളെ പിരിക്കുവാൻ കഴിയില്ല, അല്ലേ. അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ യേശു മാത്രമാണ്, അതാ നിരന്തരം, നീയേ നിരന്തരം എന്ന് പാട്ടൊക്കെ പാടുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഐക്യത, ഞങ്ങളുടെ ബന്ധം യേശുവോട് മാത്രമാണ് അടിസ്ഥാനത്തിലായിരിക്കേണ്ടത്. അതൊക്കെ ശേഷമാണ് മറ്റവരോടുള്ള നമ്മുടെ ഐക്യത, റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ യേശുവോട് നമ്മുടെ ഐക്യത
എങ്ങനെ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ കൊള്ളേണ്ട കാര്യം ഇവിടെ ഈ ലോകത്തിൽ നിന്ന് ഏത് രീതിയിൽ, ഏത് ബന്ധത്തിൽ, ഏത് ഐക്യതയിൽ എങ്ങനെ ജീവിച്ചാലും ഒരു ദിവസം കണ്ണടയ്ക്കുമ്പോൾ ഇവിടെ ഉള്ള അത്ര ഐക്യതകളും ഇവിടെ ഉള്ള ബന്ധങ്ങളും അവിടെ അവസാനിക്കും. അതല്ലേ വസ്തുത? കണ്ണടയ്ക്കുമ്പോൾ ഇവിടെ ഉള്ള ഐക്യതകളൊക്കെ അവസാനിക്കും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ മാസമാണോ, എനിക്ക് ഓർമ്മ ശരിയല്ല, ഞാൻ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു, നമ്മൾ ഈ ലോകത്തിൽ വരുമ്പോൾ 10-15 പേരെ കൂട്ടിച്ചേർത്തിട്ട് കൂട്ടായ്മയോടെ ഇവിടെ വന്നത് അല്ലല്ലോ, തനിച്ചല്ലേ വന്നു. പക്ഷേ കുറച്ച് കാലം ഇങ്ങനെയുള്ള കൂട്ടായ്മ, ഐക്യത എന്നുള്ള പോലെ അങ്ങനെ ജീവിക്കുന്നു. പിന്നീട് ഈ ലോകം വിട്ട് പോകുമ്പോഴോ അങ്ങനെ തനിച്ചല്ലേ ചെല്ലുന്നത്, വന്നത് തനിച്ചാണ്, പോകുമ്പോൾ ഈ കൂട്ടായ്മയൊക്കെ കൂട്ടിക്കൊണ്ടാ പോകുന്നത്, അല്ലല്ലോ. അങ്ങനെ തനിച്ച് വന്ന് തനിച്ച് പോയതാണ്. പക്ഷേ ഇവിടെ കുറച്ച് കാലം ഇവിടെ ഉള്ള റിലേഷൻസ്, ബന്ധം, ഇവിടെ ഉള്ള കൂട്ടായ്മയൊക്കെ ഒരു തൽക്കാലം പെർമനൻ്റ് അല്ല, ടെമ്പററി ഓക്കെ, ടെമ്പററി ആയിട്ട് ഇതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ടെമ്പററി ആയിട്ട് തൽക്കാലമായിട്ട് കാണുന്ന ഈ ബന്ധങ്ങളെക്കുറിച്ച് സന്തോഷിപ്പാനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് ആഘോഷിപ്പാനോ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ഒരു ബന്ധത്തിൽ, ഐക്യതയിലായിരിക്കണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളെല്ലാവരും എന്നെ തനിച്ചാക്കിയിട്ട് പോയാലും ഞാൻ തനിച്ചിരിക്കുന്നില്ല, എൻ്റെ അയച്ച പിതാവ് പരിശുദ്ധ ആത്മാവായിട്ട് എന്നോടായിരിക്കുകയാണ്, ഞാൻ ദൈവത്തോടായിരിക്കും. നിങ്ങളെല്ലാം പോയാലും ഞാൻ തനിച്ചാകുന്നില്ല, പക്ഷേ അവിടെ ക്രൂസിൽ, അവിടെ ഗെത്സമനയിൽ വന്നു, അവിടെ പ്രാർത്ഥിച്ചപ്പോൾ വളരെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. പിന്നീട് അവരെ ശിലുവയിൽ ക്രൂശിച്ചു എന്ന് നമുക്കറിയാം. ശിലുവയിൽ അവിടെ തൊങ്ങുമ്പോൾ അവിടെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എൻ ദേവനെ ഏൻ എന്നെ കൈവിട്ടീർ, എന്നെ ഉപേക്ഷിച്ചത്, അതായത് ആ ശിലുവയിലെ ഈ ലോകത്തിൻ്റെ ക്രൂശിലെ ഈ ലോകത്തിൻ്റെ പാപങ്ങളൊക്കെ ചുമന്ന് ഒരു പാപിയായിട്ടാണ് അവിടെ തൊങ്ങുന്നത്, അവിടെ ദൈവം തൻ്റെ അവിടെ ദൈവത്തിനും അവിടെ യേശുവിനും ഇടയിലുള്ള ബന്ധം അവിടെ ഇല്ലാതായി എന്നുള്ളതാണ്, പാപിയായല്ലേ, പാപത്തല്ലേ ചുമന്ന് നിൽക്കുന്നത്. അതുവരെ യേശു അങ്ങനെ ഒരു തനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിനെ അനുഭവിച്ചില്ല എന്നുള്ളതാണ്, അപ്പോഴാണ് അനുഭവിച്ചത്. എന്നോടില്ലല്ലോ, ഇങ്ങനെ ആയല്ലോ, ഏൻ എന്നെ കൈവിട്ടീർ എന്ന് കൂപ്പിടുகிறார். അപ്പോൾ ദൈവ സാന്നിധ്യം അത് ദൈവഹിതപ്രകാരം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ആയതാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം ജീവിക്കുമ്പോഴായാലും മരിക്കുമ്പോഴായാലും നമ്മോടെ കൂടെ കാണണം, ദാനിയേൽ പ്രവാചകൻ അവൻ്റെ ദാനിയേൽ കടൈസി അധ്യായം 12 12-13 അവിടെ വരുമ്പോൾ അവിടെ ഒരു കർത്താവിൻ്റെ ദൂതൻ സമ്മനസ്, വാനദൂതരെന്ന് പറയുമല്ലോ, അവൻ ഏഞ്ചൽ ഓഫ് ഗാഡ് എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അവസാനം പറയുമ്പോൾ, ദാനിയേലേ നീ പോകലാം, അവിടെ ഒരു വാക്കവിടെ ഉണ്ട് തമിഴിൽ, നീ போகலாம், நீ இளைப்பாரி கொண்டிருந்து நாட்களின் முடிவிலே உன் சுதந்திரத்துக்கு இழந்திருப்பான் அப்படின்னு சொல்லி அந்த 12வது அதிகாரம், தானியேல் 12வது அதிகாரம் அதில் நான் வாசிக்க முடியும். அவர் சில காரியங்களை அவர் கேட்கும்போது, தானியேலே போகலாம், 9வது வசனம், தானியேலே போகலாம், இந்த வார்த்தை முடிவு வரும் மட்டும் புதைய பொருளாக வச்சுருக்குன்னு சொல்லிட்டு 13ஆம் வசனத்தில், நீயோ வென்றால் முடிவு വരെ മട്ടും പോയിരു, നിങ്ങൾ ഇളപ്പാറി കൊണ്ടിരുന്ന് വിശ്രമിച്ചിരുന്നു ഈ അവസാന കാലത്ത്, ലോകത്തിൻ്റെ അവസാന നാட்களின் முடிവിലെ അവൻ സ്വതന്ത്ര വിധத்துக்கு ഇളந்திருப்பாய். ഹല്ലേലൂയ. ദൈവദൂതൻ വന്ന് സംസാരിച്ച് അയക്കുകയാണ്, കണ്ടോ നീ പോ എന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടിരിക്കുവാൻ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത്, ജാഗ്രത പാലിക്കേണ്ടത് കാരണമാണ്. ഈ ലോകത്തിലുള്ള ഏത് കാര്യവും മാറുന്നതാണ്, മറയുന്നതാണ്, ഇത് നിരന്തരമല്ല എന്നുള്ളത് മാത്രം നമ്മുടെ മനസ്സിൽ ഇരിക്കണം. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ കാണുന്ന ഏതിനെയോ അല്ലത് കാര്യങ്ങളെ ദൈവം പുതുക്കുവാൻ അല്ലത് പുതുപ്പിക്കുവാൻ ഇഷ്ടപ്പെടാതെ മാറിപ്പോകുന്നതല്ലേ. പിന്നെ എന്തിനാ പെയിൻ്റ് അടിക്കുന്നത്, പിന്നെ എന്തിനാ ഏതോ അങ്ങനെ ഇരുന്നാൽ മതി. പക്ഷേ
യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ആടുകൾക്ക് നിത്യജീവൻ നൽകുന്നു. അത് യോഹന്നാൻ 10:27-28 ഞാൻ മരിച്ചു, ഇതാ ഉയിരോടിരിക്കുന്നു, അതുപോലെ എൻ്റെ മക്കളെയും ഉയിരോടെ ഇരുത്തും വയ്ക്കും എന്ന് പറഞ്ഞല്ലോ. അവിടെ യോഹന്നാൻ 14:2-3 വചനം വായിക്കുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടെ വസിപ്പിടങ്ങളുണ്ട്, നിങ്ങൾക്കായിട്ട് വസിപ്പിടം ഒരുക്കുവാൻ അവിടെ ചെല്ലുന്നതാണ്. ഞാൻ അവിടെ ഇരിക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങളെയും കൊണ്ട് ഇരുത്തുവാനായിട്ട് ഞാൻ വീണ്ടും വന്ന് വിളിച്ചുകൊണ്ട് പോകും. അല്ലേ? കണ്ടോ, ഇവിടെ ഉള്ളതൊക്കെ മാറിപ്പോകും, മറഞ്ഞു പോകും എന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇതല്ല, അവിടെ പുതുസായിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ വസിപ്പിടങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുവാനാണ് ചെന്നിട്ട് നിങ്ങളെ അവിടെ വിളിച്ചുകൊണ്ട് പോകും. 2 കൊരിന്തി 5-ാം മുതൽ വചനം വായിക്കുമ്പോൾ തമിഴിലിങ്ങനെ, ഭൂമിക്കുரிய കൂടാരമാകിയ നമ്മുടെ വീട് അழிந்து പോനാലും ദേവനാൽ കട്ടപ്പെട്ട കൈവലില്ലാതെ നിത്യഭവനം അവിടെ സ്വർഗത്തിൽ ദേവനത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അല്ലേ? ഈ ലോകപ്രകാരമായതൊക്കെ അഴിഞ്ഞു മാഞ്ഞു പോകുന്നത് കൊണ്ട് കൈപ്പണിയല്ലാതെ ദൈവം പണിയുന്ന ഒരു സ്വർഗീയ ഭവനം ദൈവം നമുക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ജോലി അവിടെ നടക്കുന്നു. പക്ഷെ ഒരു ദിവസം ഇത് അവിടെയും ഇവിടെ പല പണികൾ നമ്മൾ ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ തൻ്റെ മക്കൾക്കായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പണികളൊക്കെ അവസാനിക്കും. അന്ന് അവസാനിക്കുമ്പോഴാണ് ആ കാര്യത്തിനെക്കുറിച്ചാണ് അവിടെ വെളിപ്പാട് 21:5 പറഞ്ഞത്, ഞാൻ സകലത്തെയും അവിടെ പുതിയതാക്കി. അങ്ങനെയെങ്കിലേ അവിടെ ദൈവം നമുക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കൂടെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ 21:1 വായിക്കുമ്പോൾ, ഇതോ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായി, പഴയ ആകാശവും ഭൂമിയും വണ്ണകമും കണ്ടില്ല. അല്ലേ? പുതുസ്. അതാണ് അവിടെ, അങ്ങനെയാണ് ആ അധികാരം തുടങ്ങുന്നത്. പുതുസ് കണ്ടു, പഴസ കണ്ടില്ല. പിന്നീട് 21:3 വായിക്കുമ്പോൾ അവിടെ ഇതാ ഒരു ശബ്ദം അവിടെ കേട്ടു. ഏതാ ശബ്ദം? ഇതോ മനുഷ്യരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കൂടാരം. അല്ലേ? ദൈവത്തിൻ്റെ കൂടാരം. ആ ദൈവം അവരോടായിരിക്കും, അവരുടെ മക്കളായിരിക്കും എന്നൊക്കെ ആ കാര്യത്തെ അവിടെ കാണുന്നു. അവിടെ ഏതേൻ തോട്ടത്തിൽ, അത് ഉൽപ്പത്തി 3:8 അവിടെ ദൈവം വന്നു, പകലിൻ തണുത്ത ആ കുളിർച്ചയായ സമയത്തിൽ വന്നു, അവരോട് സംസാരിച്ചു. അവിടെ ദൈവിക ഐക്യത അന്നായിരുന്നു, ഏതേൻ തോട്ടത്തിലായിരുന്നു എന്നുള്ളത് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷെ അവിടെ അവർക്കിടയിൽ പൈശാച് അവിടെ കയറിയത് കൊണ്ടാണ് ആ ബന്ധം നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. അങ്ങനെ നഷ്ടപ്പെട്ട് ഇല്ലാതായി, ഇപ്പോഴും ഇല്ലാതായി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ യേശുവിനെ വിശ്വസിച്ച് ദൈവഹിതം ചെയ്യുന്നത് കൊണ്ട് ദൈവം ആത്മാവായിട്ട് 1 കൊരിന്തി 3:16 നമ്മൾ ദൈവത്തിൻ്റെ ആലയം, അല്ലേ, മന്ദിരം ആകുന്നു, ദൈവാത്മാവ് നമ്മൾ ഭരിക്കുന്നു, അല്ലേ എന്ന് കാണുന്നല്ലോ. ദൈവം വിശുദ്ധാത്മാവായിട്ട് നമ്മൾ വന്ന് ഭരിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടാരമായിട്ട് കുറച്ച് കാലം ഇവിടെ ജീവിക്കുന്നു, അത്ര തന്നെ. ഹല്ലേലൂയ. ഇവിടെ പൈശാചിൻ്റെ പോരായ്മകളെല്ലാം ഉണ്ട്, അതിനടുക്കലാണ് ദൈവത്തിൻ്റെ കൂടാരമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ദൈവം നമ്മളകത്ത് ചുറ്റി അടിക്കുന്നതൊക്കെ അവിടെ നല്ല രീതിയിൽ അടിച്ച് ചുഴൽ കാറ്റ് പോലെ തിരമാല പോലെ അടിക്കുന്നതൊക്കെ പൈശാചിൻ്റെ പ്രവർത്തികളാണ്. ഹല്ലേലൂയ. അത് നടുക്കൽ ദൈവാത്മാവ് നമ്മളായിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കുറച്ചു കാലം എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ജീവിക്കാൻ പാടില്ല. ഹല്ലേലൂയ. പലരും പലരും നശിച്ചു പോകുന്നു, നമ്മൾ കാണുന്നല്ലോ. അത് നടുക്കലാണ് ഇങ്ങനെ ജീവിക്കാൻ ദൈവം നമുക്ക് സഹായിക്കുന്നു, അത്ര തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവിൻ്റെ കൂടാരമായി ഇവിടെ തൽക്കാലമായി ആയിരിക്കുന്നു. പക്ഷേ ഇനി ദൈവവും ദൈവമക്കളുമായിട്ട് നിത്യബന്ധം, എന്താണ് നിത്യമായ, പിന്നീട് അവരകന്നു പോകുന്നില്ല, അങ്ങനെയുള്ള ഒരു നിത്യബന്ധമായിട്ട് വീണ്ടും, അതാണ് കാര്യം, സകലത്തെയും പുതിയതാക്കുന്നു. പുതിയ ആകാശം പുതിയ ഭൂമിയാണ്, അവിടെ ദൈവമാണ്. ദൈവവും ദൈവമക്കളുമായിട്ട് അവിടെ ഒരു ഐക്യതയിൽ, ഒരു ബന്ധത്തിൽ അവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നോ? ഓക്കെ. പഴസ് വേറെയാണ്, ഇപ്പോൾ കാണുന്നത് വേറെയാണ്.
പക്ഷേ ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്, നമുക്ക് കിട്ടാൻ പോകുന്നത് വേറെയാണ്. അല്ലല്ലയോ? അവിടെ പിന്നീട് 4-ാം വചനത്തിൽ വരുമ്പോൾ ഞാൻ അവരുടെ കണ്ണുനീരൊക്കെ അവരുടെ മുഖത്തിൽ നിന്ന് തുടച്ചു കളയും, അല്ലേ? പക്ഷേ ഇവിടെ ലോകത്തിൽ ജീവിക്കുന്നവർ എന്തൊക്കെ കഷ്ടപ്പാടും കണ്ണുനീരിലൂടെ ആണ് ചെല്ലുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലേ? നന്നായിട്ടറിയാം. നമ്മൾ ദൈവമക്കളായാലും ഇപ്പോൾ രാവിലെ പ്രഭാതത്തിൽ വന്ന് ദൈവം നമ്മുടെ കണ്ണുനീരെ തുടച്ചാൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരും. സായങ്കാലം വൈകുന്നേരം കരയേണ്ടത് വരും, അല്ലേ? ഇന്ന് കണ്ണുനീരെ തുടച്ചാൽ നാളെ കരയേണ്ടത് വരും. ഇങ്ങനെ മാറി മാറിയല്ലേ വരുന്നത്? കരയുന്നതും കണ്ണുനീരെ തുടയ്ക്കുന്നതും, കരയുന്നതും കണ്ണുനീരെ തുടയ്ക്കുന്നതും, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം ചെന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇവിടെ പക്ഷേ അവിടെ വെളിപ്പാട് 21:4 വായിക്കുമ്പോൾ ഞാൻ കണ്ണുനീർ ഒക്കെ തുടച്ചുകളെ, അത്രയും തുടച്ചുകളെ ഇല്ലാതാക്കും. ഒന്നും ഇനി കണ്ണുനീർ ഇല്ല എന്നുള്ളതാണ്. ഇനി കരയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്ന് പുതിതാക്കുന്നു എന്നുള്ളതാണ്, അല്ലല്ലോ? ഇവിടെ പുതിതാക്കുന്നതല്ല, അവിടെ ഇനി കരയേണ്ട ആവശ്യം വരുന്നില്ല, പുതിയ സാഹചര്യമല്ലേ അവിടെ എന്ന് പറയുന്നു. കണ്ണീരൊക്കെ തുടച്ചുകളയും. ഇനി വിശപ്പില്ല, ഇനി മരണമില്ല. ഇവിടെ മരണമുണ്ട്, പക്ഷെ അവിടെ ചെന്നാൽ മരണമില്ല. മരണമില്ലാமல் ജീവിക്കുന്ന ഒരു ജീവിതത്തിനെ ഞാൻ തരും. അങ്ങനെ സകലത്തെയും ഇവിടെ ചില കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ദൈവം പുതിതാക്കിയാലും വീണ്ടും പ്രശ്നങ്ങൾ വരും, അല്ലേ? അതൊക്കെ പഴസാവും, നമ്മൾ കാണുന്നതാണ്. പക്ഷെ അവിടെ അങ്ങനെയല്ല, പുതിയതാക്കിയാൽ പുതിയത് തന്നെ, എന്നും പുതിയ തന്നെ. അതാ കാര്യം, അല്ലല്ലോ? എന്നും അത് പുതിയതായി തന്നെ കാണും എന്നുള്ളതാണ്. അതാണ് ജീവക്രീഡം. നിങ്ങൾ വെളിപ്പാട്ട് പുസ്തകത്തിലെ 3:10 അത് വായിക്കുമ്പോൾ, മരണപര്യന്തം ഉണ്മയായൊരു ജീവക്രീഡത്തെ നിനക്ക് ഞാൻ തരും എന്നുള്ള വചനം അവിടെ കാണുമല്ലേ? ഓക്കെ. 2:10 ജീവക്രീഡം, അല്ലേ? ജീവക്രീഡം, അത് മലയാളത്തിൽ നിങ്ങൾ വായിച്ച് അവിടെ മനസ്സിലാക്കാം. എന്നും ജീവനോടിരിക്കുന്ന ക്രീഡം എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉള്ള ക്രീഡങ്ങളൊക്കെ വാടും, അല്ലേ? ഇവിടെ ഉള്ള ക്രീഡങ്ങളൊക്കെ വാടിപ്പോവും, വളരും. നിങ്ങൾ 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ കടൈസി വചനത്തിന് മുമ്പ് അതൊക്കെ മുകളിൽ ഇരിക്കുന്ന വചനം വായിക്കുമ്പോൾ, തമ്മിൽ എങ്ങനെയാണ് മാംസം എല്ലാം പുല്ലൈ പോലവും അതൻ മഹിമയെല്ലാം അതൻ ഭംഗിയൊക്കെ പുല്ലിൻ പൂവൈ പോലെ ആകുന്നു, അല്ലല്ലോ? പുല്ല് ഉലർന്നു പൂ വീണു, അല്ലേ? അങ്ങനെയല്ലേ കാണുന്നത്? ഇവിടെ കാണുന്നതൊക്കെ വാടുന്നതാണ്. പക്ഷെ അവിടെ വാടാതെ ജീവക്രീഡം നിനക്ക് തരും എന്നാണ് യേശു പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ആ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയിലെ ദൈവം നമുക്ക് തരാൻ പോകുന്നത് അങ്ങനെയുള്ള വാടാതെ മഹത്വമുള്ള കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പം സകലത്തെയും ഞാൻ പുതിതാക്കുന്നു. ഈ പുതിതാക്കുന്ന കാര്യങ്ങളെ അവിടെ കീഴിൽ ഒരു വചനമുണ്ടല്ലോ, 21:6 വിജയിക്കുന്നവനോ, അത് മലയാളത്തിൽ എങ്ങനെ? ഓക്കെ. വിജയിക്കുന്നവൻ ജയം കൊണ്ടവൻ 7 ജയം കൊണ്ടവൻ എല്ലാവற்றைയും சுதந்திரித்து கொள்வான், நான் அவன் தேவனாயிருப்பேன், அவன் குமாரனாயிருப்பான். വിജയിക്കുന്നവൻ, അല്ലേ? വിജയിക്കുന്നവൻ, വെറ്റി പെറ്റവൻ, പാസ്സാനവൻ, അവൻ എല്ലാവற்றைയും சுதந்திரித்து കൊള്ളുവാൻ, എല്ലാം അവനക്ക് കിട്ടും. അപ്പോൾ പുതിയ സൃഷ്ടിയിൽ പല കാര്യം പറഞ്ഞിട്ടുണ്ട്. പുതിയ സൃഷ്ടിയിൽ പുതിയ ശരീരമാണ്. പുതിയ ശരീരം എന്ന് വെച്ചാൽ 1 യോഹന്നാൻ 3:2 വായിക്കുമ്പോൾ, യേശു ഇരിക്കുന്നത് പോലെ അവനെ പോലെ ആകുന്ന ഒരു ശരീരം. ഫിലിപ്പി 3:21 വായിക്കുമ്പോൾ, അവൻ തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിനെ അവനുടെ മഹോന്നതമായ ശരീരമായിട്ട് രൂപാന്തരപ്പെടുത്തും, അല്ലേ? അങ്ങനെയുള്ള പുതിയ ശരീരം അവൻ കൊടുക്കും. ദൈവം യേശു പുതിയ ശരീരം, യേശുവിനെ പോലെയുള്ള ഒരു ശരീരം കൊടുക്കും. പുതിയ വസിപ്പിടം നാം പറഞ്ഞു കളഞ്ഞു. പുതിയ വസ്ത്രം എന്ന് പറയുന്ന തിരുവെളിപ്പാട് 3:5 വായിക്കുമ്പോൾ, വിജയിക്കുന്നവർക്ക് വെൺവസ്ത്രം ഞാൻ കൊടുക്കും എന്ന് തേജസ് വീണ്ടും കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ പല കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം എങ്കിൽ, അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, പുതിയ സൃഷ്ടിയാണ്, അതൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആവും, ഞാൻ കൊടുക്കും. എന്നാൽ വിജയിക്കുന്നവരായിട്ട് നമ്മൾ ആവണം, അല്ലല്ലോ? ജയിക്കുന്നവർ, അല്ലല്ലോ? എന്താണ് വിജയം? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. വിജയിക്കുന്നവൻ പരാജയപ്പെട്ടവനക്കല്ല.
എന്താണ് ആ വിജയം എന്ന് പറയുന്നത്, വെറ്റി ജയം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാലേ യോഹന്നാൻ 16:33 യേശു ഇങ്ങനെ പറയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ കഷ്ടങ്ങൾ ഉണ്ട്, എന്നാലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ വിജയിച്ചു. അല്ലേ? ഏതെയാണ് വിജയിച്ചു? ലോകത്തെ വിജയിച്ചു എന്നുള്ളതാണ്. മനസ്സിലാക്കുക, ഞാൻ ലോകത്തെ വിജയിച്ചു എന്നുള്ളതാണ്. ഈ ലോകമെന്ന് പറയുന്നത് ഇപ്പോൾ പൈശാചിൻ്റെ പീഡനത്തിലാണ്. ലൂക്കോസ് 4:5 വായിക്കുമ്പോൾ പൈശാച് അങ്ങനെ പറയാണ്, ഇതൊക്കെ എൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ. പണ്ട് ആദാമിടത്തിൽ കൊടുത്തതാ, പക്ഷെ ആദാം എൻ്റെ പുറകിൽ വന്നല്ലോ. ഇസ്രായേലർ എൻ്റെ പിന്നിൽ വന്നല്ലോ, നിന്നെ അനുസരിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ കസ്റ്റഡിയിലായി, ഞാൻ എടുത്തു, ഞാനാണ് ഇപ്പോൾ ഇതിൻ്റെ രാജാവ് എന്ന് പൈശാച് പറയുന്നു. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ആയിരിക്കുന്നത്. ഈ ലോകം ഇങ്ങനെ ആയിരിക്കുന്നതും മനുഷ്യരുടെ പ്രവർത്തികളുള്ള ഇങ്ങനെ ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 തീമോത്തേയു 2:26 വായിക്കുമ്പോൾ അവിടെ തമിഴിൽ ഇങ്ങനെയാണ്, പിശാചാനവനുடைய ഇച്ഛയിன்படி விருப்பத்தின்படி செய்வான் அவனால் பிடிக்கப்பட்டிருக்கிறவர்கள் அப்படின்னு வாசிக்கிறோம். மனம் திரும்பணும். പൈശാചിൻ്റെ പീഡനത്തിൽ കുടുങ്ങിയാണ് മനുഷ്യരായിരിക്കുന്നത്. അവരുടെ മനസ്സൊക്കെ പൈശാചിൻ്റെ പീഡനത്തിലാണ്. അല്ലല്ലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ എബേസു ലേഖനത്തിൽ വരുമ്പോൾ 4-ാം അധ്യായമാണോ അവിടെ വായിക്കുമ്പോൾ നിങ്ങൾ പുതിയതായ ആത്മാവ്, മലയാളത്തിൽ എങ്ങനെ എന്ന് നിങ്ങൾ അവിടെ തന്നെ വായിച്ച് നോക്കണം. തമിഴിൽ എങ്ങനെയാണ്? எபேசியர் 4:22 அந்தபடி முந்தின நடக்கைக்குரிய மோசம் போக்கும் இச்சைகளாலே கெட்டு போகிற பழைய மனுஷனை நீங்கள் களைந்து போட்டு உங்கள் உள்ளத்திலே புதிதான ஆவி உள்ளவர்களாகி மெய்யான நீதியிலும் பரிசுத்தத்திலும் தேவ சாயலால் സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിത്തു കൊള്ളുകൾ. അവിടെ മലയാളത്തിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ പുതിതാന ആവി അല്ലെങ്കിൽ ആത്മാവുള്ളവരായി എന്നൊരു വാക്കവിടെ കാണുന്നോ? അങ്ങനെയെങ്കിൽ അപ്പോൾ പഴയ ആത്മാവ്, പഴയ ആവി, പഴയ ശക്തി ഒന്ന് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? പഴയ ആത്മാവ് അത് ഏതാണ്? പൈശാചിൻ്റെ ആത്മാവ്, ഈ ലോകത്തിൻ്റെ ആത്മാവ്. എബേസ്യർ 2:2 വായിക്കുമ്പോൾ அது இவ்வுலக வழக்கத்தின்படியாகவும் கீழ்ப்படியாமையின் பிள்ளைகளிடத்திலே இப்பொழுதும் கிரியை செய்கின்ற ஆகாயத்து அதிகாரப்பொருவின் ஆவிக்கேற்றபடி நடந்து கொண்டீர்கள். அவர்களுக்குள்ளே நாம் எல்லாரும் நம்முடைய மனசும் மாம்சம் விரும்பினபடி செய்து சுவாபத்தினாலே கோபாக்கினையின் பிள்ளைகளாக இருந்தோம். சரியா? അപ്പോൾ പൈശാചിൻ്റെ ആത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ്, മനസ്സെ അന്ധകമാക്കുന്ന ഒരു ആത്മാവ് മനുഷ്യരുള്ളായിരിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ദുഷ്പ്രവർത്തിക്കാരായിട്ട് ജീവിക്കുന്നത്. മനസ്സിലാകുന്നോ? അതാണ് കാര്യം. വെളിയെ അവിടെ നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് നന്നായിരിക്കുന്നത് പോലെ കാണും, പക്ഷെ അകമേ ആയിരിക്കുന്നതെന്ന് ആരെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. അകമേ പൈശാച് ആയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദുഷ്പ്രവർത്തിക്കാരായിട്ട് മാറുന്നത്. ഞാൻ അവിടെ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായി. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എൻ്റെ കാതിൽ, അവർ ഇങ്ങനെ പറയുന്നു, നീ കുടി, നന്നായിട്ട് കുടി. ആ കാതിൽ ആരോ ഒന്ന് സംസാരിക്കുന്നത് എന്ന് പറയുന്നു. എന്താ സംസാരിക്കുക? നിൻ്റെ ഭാര്യയെ തല്ല്, നിൻ്റെ ഭാര്യയെ കൊല്ല്. മനസ്സിലാകുന്നോ? മനവിയെ അടി, മനവിയെ കൊല്ല്, അവളെ കൊല്ല് എന്നൊക്കെ തമിഴ്നാട് തിരുവനന്തപുരം അടുത്താണ്. കാതിൽ സംസാരിക്കുന്നു അല്ലല്ലയോ? അവർ പറയുന്നു എൻ്റെ കാതിൽ ഇങ്ങനെ സംസാരിക്കുന്നു, ഏതോ ആരോ സംസാരിക്കുന്ന പോലെ അവിടെ ചുവരെ പാർത്ത് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ അവർ പറഞ്ഞു. അല്ലല്ലയോ? അപ്പോൾ പൈശാച് അങ്ങനെ സംസാരിക്കുന്നു, കണ്ടോ, ഇത് ചെയ്, ഇങ്ങനെ ചെയ്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഇപ്പോൾ കുറച്ച് ഭേദമായി, കുറച്ച് കൊള്ളാം, അങ്ങനെ ആവും. അപ്പോൾ ഇങ്ങനെ പൈശാച് ആത്മാവായിട്ട് ഒരു ശക്തിയായിട്ട് അവിടെ മനുഷ്യരിൽ പാർക്കുന്നത് കൊണ്ടാണ് അവരൊക്കെ ദുഷ്പ്രവർത്തിക്കാരായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് പുതിയതായിട്ട് സ്വർഗത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ വരേണ്ടത് ആവശ്യമാണല്ലേ? അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ദൈവമക്കളായിട്ട് നിങ്ങൾ മാറുവാൻ കഴിയും. അല്ലല്ലയോ? അപ്പോൾ ആദ്യം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയതായ ആത്മാവ്,
സ്വർഗത്തിലിருந்து വരുന്ന ആത്മാവ് നമ്മൾ വന്ന് പാർക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സ്വർഗാത്മാവ് അവിടെ വസിക്കുമ്പോഴാണ് അവിടെ 2 കൊരിന്ത്യർ 3:5-17 2 കൊരിന്ത്യർ 5:14 ഒരുവൻ ക്രിസ്തുവുക്കുள் இருந்தால் പുതു സൃഷ്ടിയാകുന്നു. പഴസൊക്കെ പോയി അല്ലേ? അപ്പോൾ പഴസ് പോയി പുതു സൃഷ്ടി ആകണം. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ വീടുകളെയോ നമ്മുടെ ശരീരത്തിനെയോ നമ്മുടെ വസ്ത്രങ്ങളെയോ പുതുക്കുന്നതിലല്ല കാര്യം. നമ്മുടെ അഹമയുള്ളവൻ, നമ്മുടെ ആത്മാവ്, മനസ്സിലാകുന്നോ? 2 കൊരിന്ത്യർ 4:16 അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു, അഹമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പറക്കം പോയത് അല്ലേ? പുതിയതാക്കപ്പെടരുത് തമിഴിൽ, ശരിയാ? അഹമേ ഉള്ളവൻ പുതിയതാക്കപ്പെടണം, പുതുക്കം പ്രാപിക്കണം എന്നുള്ളതാണ് പ്രധാനം, അല്ലല്ലയോ? അല്ലാതെ പലരും മനുഷ്യരൊക്കെ വരുന്നത് പുറമേ ഉള്ള കാര്യത്തിൽ പുതുക്കം പ്രാപിക്കാനാണ് വരുന്നത്. പക്ഷെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ മണ്ണിൽ കുളിച്ചു മൂടുന്ന കാര്യമല്ലേ? അഹമേ ഉള്ളവൻ എന്ന് പറയുന്ന ആത്മാവിൽ നിങ്ങൾ പുതുക്കം പ്രാപിക്കണം, പുതുതാവണം, പുതിയ മനുഷ്യരായിട്ട് മാറണം, അല്ലല്ലയോ? അപ്പോൾ നമ്മൾ സകലത്തെയും ഞാൻ പുതിയതാക്കുന്നു, പുത്തനാക്കുന്നു എന്ന് ദൈവം പറയുന്നല്ലോ. ആ പുതിയ സൃഷ്ടിയിൽ നമ്മൾ ചെല്ലണം എങ്കിലേ, ആ പുതിയ സൃഷ്ടിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് കിട്ടണമെങ്കിലേ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, ആത്മാവിൽ ഒരു പുതുക്കം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്, അല്ലേ? അത് പുതുക്കം എങ്ങനെ എന്ന് വച്ചാൽ, അതേ യേശു പറഞ്ഞത്, ഈ ലോകത്തിനെ വിജയിക്കുന്ന ഒരു കാര്യം. അത് ഇന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പറഞ്ഞാൽ, ഈ ലോകത്തിന് അടിമയായി, അല്ലേ? അഡിക്ഷൻ ആർ സ്ലേവ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ഓക്കെ, അടിമയായിട്ട്, ലോകത്തിൻ്റെ അടിമയായിട്ടാവാതെ, ലോകത്തിലെ കുടുങ്ങിപ്പോകാതെ, അല്ലെങ്കിൽ അതിനെ മുഴുകിപ്പോകാതെ, അല്ലേ? മുഴുകിപ്പോകാതെ എന്ന് പറയുന്ന പോലെ അങ്ങനെ ആകാതെ ലോകത്തെ വിജയിക്കുക. കാരണം അവിടെ യാക്കോബ് 4:4 ലോകസ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വം ആകുന്നു, അല്ലേ? ലോകത്തിൽ അധികം സ്നേഹം വയ്ക്കുമ്പോൾ, ലോകത്തിൻ്റെ പുറകിൽ ചെല്ലുമ്പോൾ, ലോകത്തിൽ അങ്ങനെ മുങ്ങുമ്പോൾ, അല്ലേ? മുങ്ങുമ്പോൾ സ്വർഗത്തിനെക്കുറിച്ച വിശ്വാസം, ആ ചിന്താഗതിയൊക്കെ ഇല്ലാതെ പോകുന്നു, അല്ലേ? കുറച്ചായിട്ട് ഇവിടെ ലോകം പല രീതിയിലായിട്ട് കളറടിച്ച് ലൈറ്റിട്ട് അങ്ങനെ എങ്ങനെയും ഭംഗിയായിട്ട് കാട്ടുന്നു. അത് പൈശാചിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഇതൊക്കെ മാഞ്ഞു മറഞ്ഞു പോകുന്നതാണ്, നിരന്തരമില്ലാത്തതാണ്, നിത്യതയില്ല, അനിത്യമായതാണ് എന്നുള്ളത് ഓർക്കാതെ, ചിന്തിക്കാതെ, ഈ ലോകത്തെ തന്നെ ചിന്തിച്ചു അങ്ങനെ ലോകത്തോടു കൂടെ ഇല്ലാതെ പോകുവാനായിട്ട് പൈശാച് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലല്ലേ? നമ്മൾ എപ്പോഴും സ്വർഗത്തിനെ ഓർക്കേണ്ടതാണ്. അത് ലോകത്തിന് ശരണടയാതെ തമിഴിൽ അതിന് കീഴടങ്ങാതെ വിജയിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം നമ്മുടെ മനസ്സിൽ ലോകം ഇരിക്കരുത് എന്നുള്ളതാണ്, അല്ലല്ലയോ? നമ്മുടെ മനസ്സിൽ ലോകം ഇരിക്കരുത്. അത് മത്തായി 6:20-21 വചനം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നു, നിങ്ങളുടെ നിക്ഷേപങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങളെ എവിടെ വയ്ക്കണം? സ്വർഗത്തിൽ, അല്ലേ? അപ്പം നമ്മുടെ മനസ്സ് സ്വർഗത്തിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് നാം കണ്ടതുപോലെ പുതിയ ശരീരമാണ്, പുതിയ തേജസ്സാണ്, പുതിയ ക്രീഡമാണ്, പുതിയ സിംഹാസമാണ്, പുതിയ സൃഷ്ടിയാണ്, അല്ലേ? അതിലേ നമ്മുടെ നിക്ഷേപം. ഇതൊന്നും നമ്മുടെ നിക്ഷേപമല്ല. താൽക്കാലികമായിട്ട് കുറച്ച് കാലം അവിടെ ജീവിക്കുന്നത് അത്ര തന്നെ, ജീവിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നു, അത്ര തന്നെ. പലരും ജീവിച്ചവരൊക്കെ ഞാൻ കൊടുക്കില്ല, തരൂല്ല എന്നൊക്കെ അങ്ങനെ വെച്ചവരൊക്കെ ഇട്ടിട്ട് പോയല്ലോ, അതല്ലേ നമ്മൾ കണ്ടത്? അതുപോലെ പോവും. അപ്പം ഞങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ തന്നെ ആയിരിക്കണം. മനസ്സ് അവിടെ ആയിരിക്കണം. എവിടെ? മനസ്സ് അവിടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ലോകത്തിനെ വിജയിക്കുന്ന അർത്ഥം, അല്ലല്ലേ? അതിൻ്റെ അർത്ഥം അതാണ്. നമ്മുടെ മനസ്സ് അവിടെ കുറച്ചു കാലം ജീവിക്കുന്ന അത്ര തന്നെ. ഇതിൽ നമ്മൾ കുടുങ്ങിയല്ലത് മുങ്ങിപ്പോകുന്നില്ല എന്നുള്ള നിലയിൽ, ചിന്തയിൽ ജീവിക്കുന്നതാണ് ലോകത്തിനെ വിജയിക്കുന്നതാണ് കാര്യം, അല്ലല്ലേ? ആദ്യം സ്വർഗീയ ചിന്ത എന്ന് വേണമെങ്കിൽ പറയാം. സ്വർഗീയ ചിന്ത നമ്മൾ എപ്പോഴും ആയിരിക്കണം. ഇവിടെ അന്യരും പരദേശികളുമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ 1 പത്രോസ് 1:17 വായിക്കുമ്പോൾ, പക്ഷപാതമില്ലാமல் അവനവനുடைய പ്രവർത്തികൾക്ക് തക്കവണ്ണം கிரியைகளுக்கு தக்கதாய் நியாயம் செய்கிறவரை நீங்கள் பிதாவாக தொழுது கொண்டு வருகிறவர்களானபடினாலே இங்கே பரதேசிகளாயிட்டு சஞ்சரிக்கும் காலம்லாம் பயத்துடனே
പത്തിള നടന്നു കൊള്ളുങ്ങൾ. ഇവിടെ പരദേശികളായിട്ട് അന്യരായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഉണർവ്, ചിന്ത, ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലായിരിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലാകുന്നോ? അതുകൊണ്ട് ഈ ലോകം എപ്പോഴും നമ്മെ ചുറ്റും പല രീതിയിലായി കവർച്ചയായിട്ടല്ലേ, കളർഫുള്ളായിട്ട് അത് ഇതും കാട്ടുന്നതും സംസാരിക്കുന്നതും, ആഘോഷമായിട്ട്. എന്താ ആഘോഷം ഇവിടെ കാണുന്നില്ല, കണ്ടല്ലേ? ഓണാഘോഷമെന്ന് പറയും, ക്രിസ്മസ് ആഘോഷമെന്ന് പറയും, എന്തൊക്കെയോ കുറച്ച് ആഘോഷം അടിയും പിടിയും വെച്ചിട്ട് ഓടിപ്പോകുന്നു അല്ലേ. ചിലപ്പോൾ ചില വീടുകളിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീടുകളിൽ ഭവനങ്ങളിൽ ക്രിസ്മസ് വന്നാലേ സമാധാനം ഇല്ലാതാവും. എല്ലാം വാങ്ങിച്ചോണ്ട് വരും, പന്നിയിറച്ചി, കോഴിയിറച്ചി, ആട്ടിറച്ചി, മാട്ടിറച്ചി എല്ലാം വാങ്ങിച്ചോണ്ട് വരും. തിന്നുന്ന സമയം അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാകും. കുടിച്ചിട്ട് എല്ലാവരും തിന്നുന്ന ഊണ് കഴിക്കുന്ന സമയമാണ് മദ്യപാനം കഴിച്ചുകൊണ്ട് വരുന്നത് അല്ലേ. എല്ലാം ഉണ്ടാക്കി ഇതാ ഞാൻ വരുന്നു, ഇത് പുറത്ത് പോകും. അവിടെ പോയിട്ട് നന്നായിട്ട് വരും. ഇവിടെ വന്ന് ചട്ടിയോ പാനയോടെ തൂക്കി അവിടെ റോട്ടിൽ ഇടും. ഇങ്ങനെയാണ് പല രീതിയിൽ ഇന്നും പല കുടുംബങ്ങളുടെ കാര്യം അങ്ങനെയാണ്. ഒരു പാസ്റ്റർ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പോൾ അതായത് ക്രിസ്മസ് 25th എന്ന് പറയുന്ന ആ തീയതിൻ്റെ അടുത്താണ്. അപ്പോൾ അത് മുമ്പോ ഏതോ ഒരു തീയതി അവർ പറഞ്ഞതാണ്, അത് വല്ലപ്പോഴും പറയും. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞതാണ്, ഇന്ന് നിങ്ങൾ വന്നത് നന്നായി, പക്ഷെ നാളെ വന്നാലേ, അതായത് 25th അന്ന് നാളെയോ അടുത്ത നാളോ ഡേറ്റ് പറഞ്ഞു വന്നാലേ ഞങ്ങളുടെ വീട്ടിൽ ഏത് സമാധാനവും ഇല്ലാതാവും. മറ്റന്നാളൊക്കെ സമാധാനമാണ്, പക്ഷേ ആ ക്രിസ്മസ് തീയതിയിലാണ് സമാധാനം ഇല്ലാതെ. കാരണം എല്ലാവരും മദ്യപിച്ചിട്ട് വരും, ഇവിടെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് അവിടെ ചണ്ടയും വഴക്കും, അവിടെ കഷ്ടമാവും, ഒന്നും തിന്നുവാനും കഴിക്കാനും കഴിയില്ലാതാവും. അല്ലല്ലോ, അങ്ങനെയല്ലേ ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. സോ ഇങ്ങനെയൊക്കെ ഈ ലോകം പല രീതിയിൽ ഒന്നും ഇല്ലെങ്കിലും ഏതോ എല്ലാം ഉള്ളതുപോലെ അല്ലേ, ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട്, ഇത് നമ്മളെ ചതിക്കുവാൻ വഞ്ചിക്കാനുള്ള കാര്യമല്ലേ. അങ്ങനെയാണ് ഈ ലോകം ചെയ്യുന്നത്. അത് പല രീതിയിലായ കാര്യങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഈ ലോകത്തിൽ കിടന്നത്. ഇതിനെ അവിടെ നോക്കി പലരും ആ കവർച്ചയിൽ വീണു അവിടെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ പോരുത് അല്ലല്ലേ. எங்களுடைய குடியிருப்போ பரலோகத்தில் இருக்கிறது. அது பிலிப்பியார் 3:20-21 நம்முடைய குடியிருப்பு பரலோகத்தில் இருக்கிறது. அங்கே இருந்து நம்முடைய கர்த்தராக இருக்கிற இயேசு என்னும் രക്ഷകർ വരുവാൻ കാത്തിരിക്കുന്നു. അവർ വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹോന്നതമായ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും, മാറ്റിയമയ്ക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ചിന്തയാണ് ആയിരിക്കേണ്ടത്. ഏത് കാര്യം ചുറ്റുപാടിൽ നടന്നാലും നമ്മുടെ മനസ്സ് ഈ സ്വർഗത്തിൽ നിന്ന് അങ്ങനെ അകന്നു പോകാതെ അല്ലേ, അതിലിരുന്ന് അകന്നു പോകാതെ സൂക്ഷിക്കേണ്ടതാണ് വിശ്വാസികളാകിയ നമ്മുടെ കടമ എന്ന് പറയുന്നത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലല്ലയോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ മാത്രമേ വിജയിക്കുന്നവർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് അല്ലല്ലേ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ലോകത്ത് ഇപ്പോൾ ഉള്ള പ്രസംഗിമാരൊക്കെ സംസാരിക്കുന്നത് എങ്ങനെയാണ്, യേശുവിൻ്റെ മലകളിൽ മുകളിൽ കയറ്റം അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്. ലോകത്തിൻ്റെ മലകളാണ്, ലോകത്തിൻ്റെ ഉയർച്ചകളാണ് അങ്ങനെ പറയുന്നത് അല്ലേ. ലോകത്തിൻ്റെ ഉയർച്ചയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ടുപോകും എന്നൊക്കെ സംസാരിക്കുമ്പോൾ, അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വർഗത്തിൽ നിന്ന് കുറച്ചായിട്ട് വഴുകി താഴോട്ട് വരുന്നു അല്ലേ. അതല്ലേ വാസ്തുത. അവിടെ നിന്ന് വഴുകി താഴോട്ട് വന്ന് മലയിൽ വരും, പിന്നീട് കീഴെ വരും, പിന്നീട് മണ്ണിൽ വരും അല്ലല്ലേ. ഇങ്ങനെയാണ് ഇപ്പോഴുള്ള സാഹചര്യം കാണുന്നത്. അതേക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതാണ് അല്ലല്ലയോ. അങ്ങനെ വന്നു ആ പൈശാച്. അതാണ് യേശുവിടത്തിൽ പറഞ്ഞത്. 6 ലൂക്കോസ് 4:5 പറയുമ്പോൾ ആ മലയിൽ മുകളിൽ കൊണ്ടുപോയി കയറ്റി ഇതൊക്കെ നിനക്ക് തരും അല്ലേ, ഇതൊക്കെ നിനക്ക് തരും. പക്ഷേ യേശു എന്താ പറഞ്ഞത്? എനിക്ക് പിന്നാലെ എനിക്ക് പുറകെ പിശാചേ എന്ന് പറഞ്ഞു. കാരണം ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് നിനക്കറിയാമോടാ? ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതല്ലേ. അവിടെ ദൈവത്തിൽ നിന്നും എന്നിടത്തിൽ മുകളിൽ കയറ്റുമെന്ന് പറഞ്ഞാലേ എങ്ങനെ അത്? ഞാൻ അവിടെ നിന്ന് വന്നതാ. വന്നിട്ട് പൈശാച് അവിടെ പുറത്താക്കിയിട്ട് അവർ സംസാരിച്ച ആദ്യത്തെ പ്രസംഗം എന്താണെന്ന് വെച്ചാൽ, മാനസാന്തരപ്പെടുവാൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കണം. അതാണ് കാര്യം. സ്വർഗത്തിലിருந்து വന്നു, സ്വർഗത്തിലേക്ക് മനുഷ്യരെ വിളിച്ചുകൊണ്ട് പോകാനല്ലേ ദൈവം എന്നെ അയച്ചത്. അവിടെ അതിന് ഇടയിലാണ് പൈശാച് അവിടെ വരുന്നത്. അവിടെ വന്ന് അവിടെ സ്വർഗത്തിലൊന്ന് സംസാരിക്കണ്ട, ഞാൻ ലോകത്തിന് മുകളിൽ കയറ്റും. കണ്ടോ, ഈ ലോകത്തിൻ്റെ മുകളിൽ കയറ്റുമെന്ന് യേശുവിനെ അവനെ വഴിതിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്.
പക്ഷേ യേശു അവനെ തള്ളിയിട്ട് ദൈവഹിതം ചെയ്തു. ഇതുപോലെയാണ് ഇപ്പോഴും നമ്മളെയും. നീ സ്വർഗത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഈ ലോകത്തിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഈ ലോകത്തിൻ്റെ മലകളിൽ ഉയർച്ചകളിൽ നിന്ന് കൊണ്ടുപോകും എന്നൊക്കെ സംസാരിക്കുമ്പോൾ പലരും പിന്നാലെ ചെല്ലുന്നു, അല്ലേ? കാണുന്നു, പലരും അതാണ് കാര്യമെന്ന് പോയി. എന്താ കിട്ടി? ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പല രീതിയിലും ശുശ്രൂഷയിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പലരും വരും, അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിക്കും. അപ്പോൾ അപ്പോഴവർ പറയുന്ന കാര്യമൊക്കെ എങ്ങനെയാണ് പാസ്റ്റർ, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാം. ഓ വരാം. അവിടെ പോയാൽ അവരുടെ വീടുകളൊക്കെ കണ്ടാലോ കൊട്ടാരം പോലെയാണ്, അല്ലേ? കൊട്ടാരം പോലെ വീട്, 2-3 കാറ്, അവിടെ എല്ലാം ഉണ്ട്. അവിടെ എന്താ പ്രശ്നം? വെളിയെ ആർക്കും അറിയില്ല. വെളിയെ പറയാൻ പാടില്ലാത്ത പ്രശ്നങ്ങളാണ് അകത്ത്, അല്ലേ? ആരിടത്തിലും പറയാൻ പാടില്ല. അപ്പോൾ ദൈവദാസന്മാർ, ശുശ്രൂഷന്മാർ ഞങ്ങളിടത്തിൽ പറയും. നിങ്ങൾ ആരിടത്തിലും പറയുന്നില്ലല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കും, എന്തെങ്കിലും അതിനുള്ള ആലോചനകൾ തരും. അപ്പോൾ പലപ്പോഴും പാസ്റ്റർമാർ ഞങ്ങൾക്കുള്ളിൽ നമ്മൾ സംസാരിക്കും, കണ്ടോ പുറത്ത് കണ്ട കൊട്ടാരം പോലെയാ, പക്ഷെ അകത്തോ ഇങ്ങനെയൊക്കെ പ്രശ്നം. നമ്മൾ ഇപ്പോൾ ഓലപ്പുറയിലായിരുന്നാലും സമാധാനം ഉണ്ടല്ലോ, അല്ലേ? സമാധാനം അത് മതി എന്നുള്ളതുപോലെ പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒക്കെ കഷ്ടങ്ങളാണ് കാണുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതെന്ന് അറിയാതെയാണ് മനുഷ്യരിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുക്കൽ അപ്പോൾ ഇങ്ങനെ ഈ ലോകപ്രകാരമായിട്ട് അവിടെ ഉയർച്ചയിൽ ചെല്ലുവാൻ ഇഷ്ടപ്പെടുന്നവർ ഒന്നും കണ്ടില്ല, വെളിയിൽ അങ്ങനെ അവിടെ പടം കാട്ടുന്നു എന്നുള്ളത് പോലെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലേ? അകത്തിൽ ഒന്നുമില്ല. ഞങ്ങൾ ദൈവമക്കൾ, അതായത് ആ വചനം എങ്ങനെ പറയുന്നു, ദൈവരാജ്യം എന്ന് പറയുന്നത് തമിഴിൽ ഇങ്ങനെയാണ്, പുസിപ്പും കുടിപ്പാനല്ല, 17-14 റോമർ, പുസിപ്പും കുടിപ്പാനല്ല, നീതിയും സമാധാനമും പരിശുദ്ധാവിനുണ്ടാകുற 14-17 சரியா? 14-17 ദൈവരാജ്യം തിന്നുന്നതും കുടിക്കുന്നതും പെയിൻ്റ് അടിക്കുന്നതും കളർ ലൈറ്റ് ഇടുന്നതല്ല, അത് ദൈവനീതി, ദൈവസമാധാനം, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന സന്തോഷം, അല്ലേ? പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന സന്തോഷം ഇല്ലാതെ എനിക്ക് ഒരു കാര്യം മുമ്പേ വരുന്നു. ഇത് കന്യാകുമാരിയിൽ നടന്ന കാര്യമാണ്. ഞാൻ അവിടെ ഒരു ചർച്ചിൽ ശുശ്രൂഷയിൽ ചെന്നിരുന്നു, സുവിശേഷം പ്രസംഗിക്കാൻ ചെന്നിരുന്നു. പുതിയ ചർച്ചാണ്. അവിടെ എൻ്റെ പ്രസംഗം കഴിഞ്ഞു, യോഗം അവസാനിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ വന്നു. ഒരു മനുഷ്യൻ മുന്നാലെ വരാം, എൻ്റെ കയ്യെ കുലുക്കി സന്തോഷമായിട്ട് അവരുടെ ഹിസ്റ്ററി, അവരുടെ ചരിത്രം പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ, എനിക്ക് അവിടെ കടൽ തൊഴിലാണ്, അവിടെ പോകും, നന്നായിട്ട് മദ്യപിക്കും, കുടിക്കും, അല്ലേ? കുടിച്ചിട്ട് അവിടെ റോഡിൽ കിടക്കും, ഭാര്യ അടിക്കും, അവിടെ വളരെ പല പ്രശ്നമാണ്. ഇങ്ങനെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് സമാധാനമില്ലാതെ, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടാണ്, എനിക്ക് സമാധാനമില്ലാത്തത് കൊണ്ട് ഞാൻ നന്നായിട്ട് കുടിക്കും. ഒരു ദിവസം ഞാൻ മദ്യപാനം കഴിക്കുവാനായിട്ട് അവിടെ കടക്കര തീരത്തിൽ നിന്ന് ടൗണിൽ ഉള്ളിൽ വരേണ്ടത് ആവശ്യമായിരുന്നു. അവിടെ ഒരു ഷാപ്പിൽ വന്ന് ഇംഗ്ലീഷ് മധു എന്ന് പറയുന്നത് പോലെ വൈന്, വിസ്കി, റം എന്നെല്ലാം പറയുന്നല്ലോ, അത് കഴിക്കാൻ ഇവിടെ വന്നു. അവിടെ വന്ന് വാങ്ങിച്ചു, കുറച്ച് കുടിച്ചു, പിന്നീട് മീതമുള്ളത് അവിടെ വെച്ച് കൊണ്ടുവന്നു. അവിടെ തള്ളാടി നടന്നു വരുമ്പോൾ അവിടെ ഒരു പാട്ട് കേൾക്കുന്നു. എന്താ പാട്ട്? സന്തോഷം പൊങ്കുതേ, സന്തോഷം പൊങ്കുതേ, സന്തോഷം എന്നിൽ പൊങ്കുതേ എന്നൊരു പാട്ട് കേൾക്കുകയാണ്. പക്ഷേ ഇവർ ചിന്തിച്ചു, അവർ പറയുന്നതാണ് അവരുടെ ചരിത്രം, എനിക്ക് സമാധാനം ഇല്ലാതെ സന്തോഷം ഇല്ലാതെയാണ് ഇവിടെ മദ്യപിക്കാൻ വന്നത്. പക്ഷേ ഇവിടെ എന്തോ ഒരു സന്തോഷം പൊങ്ങുന്നു, അവിടെയെല്ലാം പായുന്നു എന്നൊക്കെ പറയുന്നു. ആ ശബ്ദം കേട്ട് നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെ പോകാം. അവിടെ പോയപ്പോൾ അവിടെ ഒരു ജോപ്പറയാണ്, ചർച്ചാണ്, ഒരു ചെറിയ ചർച്ചാണ് അവിടെ നടക്കുന്നു. ഇവർ പോയി പുറകിൽ അവിടെ ഇരുന്നു. അവിടെ പ്രാർത്ഥന, ആരാധന ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും യോഗം അവസാനിച്ച ശേഷം അവിടെ പോയി. ഇവർ പോയില്ല, അങ്ങനെ കുത്തിയിരുന്നു. അങ്ങനെ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങൾ മലയാളി ആയതുകൊണ്ട് കുറച്ച് മലയാളത്തിൽ രണ്ടും സംസാരിക്കണേ. ഓക്കെ, നിങ്ങൾ എല്ലാവരും തമിഴാ? നിങ്ങളെല്ലാം മലയാളത്തിൽ സംസാരിക്കുന്ന അങ്ങനെ കേട്ട് അവിടെ? ഓക്കെ, അറിയാമെന്നുള്ളതാണോ? ശരി. ഓക്കെ, எனக்கு நான் 2 மாறியும் பேசுகிறேன். சரி, ஓகே. அப்போ அவன் சொல்கிறான், அவர் உட்காந்துருக்கார். சரி, உட்காந்துருக்கும்போது அந்த பாஸ்டர் வந்து கேட்டார், நீங்கள் யாருன்னு கேட்டார். எந்த பிரச்சனை, உங்களுக்கு என்ன பிரச்சனை, எதுக்கு வந்தீங்கன்னு கேட்டால்,
இல்லை, என் வாழ்க்கையில் சந்தோஷம் கிடையாது, சமாதானம் கிடையாது. அதனால தான் நல்லா குடிப்பேன், குடிச்சிட்டு இருக்க சமாதானத்தையும் கெடுப்பேன். எப்படிங்க? குடிச்சிட்டு இருக்க சமாதானம் வீட்டில் போய் தாரார் பண்ணுவேன்ல, இருக்கதையும் கெடுப்பேன். சமாதானம் தேடி குடிக்க போனால் அது இருக்க சமாதானத்தையும் கெடுத்து போடுது. எனக்கு என்ன செய்யணும்னு தெரியல, நான் இப்படி தான் ஆடி ஆடி என்ற ஜீவிதம் எங்கனே ஆணும் என்ன அப்படி சொன்னான். சொல்லிட்டு அப்போ இவட்ட நான் இப்படி போயிட்டே இருக்கும்போது இங்கே சந்தோஷம் பொங்குது, பொங்கி பொங்கி வழியுதுன்னு பாட்டு கேட்டது. இது என்னடா சந்தோஷம் எப்படி பொங்குதுன்னு பார்க்குறது தான் வந்தேன். வந்து உட்காந்தேன். ஆமாம், கொஞ்சம் சந்தோஷமாக தான் இருக்குது. என்ன சொல்கிறாரு அவர்? ஆமாம், ஏதோ வித்தியாசமாக இருக்குது. அவருக்கு அவ்வளோதான் தெரிஞ்சு, வேற ஒன்றும் தெரில. சந்தோஷமாக தான் இருக்குது, அதனால நான் அப்படியே உட்காந்துட்டேன் அப்படின்னா. சரி, நீங்கள் கூடத்து வாங்க. அவருக்கு ஜெபம் பண்ணாங்க, அவங்களுக்கு வசனம்லாம் பல காரியம்லாம் உபதேசம்லாம் சொன்னாங்க. எல்லாம் சொல்லி அந்த ஆள் ரட்சிக்கப்பட்டார், நல்ல மனுஷன் ஆகிட்டார். குடி பழக்கத்துலேருந்து அவருக்கு என்ன ஆகிட்டான்? விடுதலை கிடச்சிட்டு. புரியுதில்ல? இப்போ ப்ராப்ளம் வேறு பக்கத்தில் வந்து இவர் பெந்தெகோஸ்தே ஜோப்பரைக்கு போகிறாருன்னு சொன்னோன்னா இவருக்கு கத்தோலிக்க சபையில் இல்லை இவர் பங்கு. அங்கே வந்து இவரை ஊரை விட்டு தள்ளி வச்சுட்டான். ஓகே, அவட போய் என்ன இங்கே சேர்க்கறது, பெந்தெகோஸ்துக்காரன் ஆகி போய் இந்த சரி தள்ளியாச்சு. தள்ளி வச்சு பெரிய பிரச்சனை. அவர் சொல்கிறாரு, பெரிய பிரச்சனை ஆகிட்டு பாஸ்டா. தண்ணி எடுக்கப்படாதுங்கிறான், கிணத்துல கடையில் சாமானம் வாங்கப்படாதுங்கிறான். பெரிய ப்ராப்ளம். ஊரை விட்டு அவளுக்கேச்சா பெரிய ப்ராப்ளம் இல்லை. ரொம்ப சங்கடத்தையான ஆடு. நான் அவட ஜீவிச்சது அப்படி தான் வந்துட்டு இருந்தேன். அப்படி இருக்கும்போது அங்கே இருந்த ஒரு ஃபாதர் மாதிரி வேற ஒரு ஃபாதர் வந்தார். சரியா? ஃபாதர் வந்தோடனே இவங்க போய் சொல்லி கொடுத்துருவாங்களாம், இந்த ஆளை ஊரை விட்டு தள்ளி வச்சுருக்கோம், இந்த ஆளை ஏற்றப்படாது, இந்த வீட்டுக்கு போகக்கூடாது அப்படின்னா அந்த ஃபாதர்கிட்ட ஸ்பெஷலாக சொல்லி வச்சுருவாங்களாம். அப்போ இந்த ஃபாதர்கிட்டையும் புதுசாக வந்த ஃபாதர்கிட்டையும் போய் சொல்ல போனாங்க, இப்படி ஆக்கம் வச்சுருக்கோன்னு. அப்போ அவர் கேட்டாராம், எந்த அங்கனே ஏன் இப்படி ஆச்சு? அவர் முன்னால் எப்படி இருந்தார், அவருக்கு வாழ்க்கை எப்படி இருந்துன்னு கேட்டாராம். ஐயே, எங்கே குடிச்சிட்டு தரையில் உருளுவார், அடி போடுவார், தாரார் பண்ணுவார், ஒன்றுக்கு உதவார். அப்படி தான். ஓஹோ, அப்படியா? இப்போ எப்படி இருக்கிறாருன்னு கேட்டார். இப்போ குடியெல்லாம் மாறி இருக்கு பாஸ்டர், நல்லா இருக்கேன், குடும்ப வீடெல்லாம் நடத்துகிறேன், வெந்தயகோசை கூட்டத்துக்கு போகிறேன். எங்கே போயாவது அவர் நல்லா இருக்கார்ல, அதானே விஷயம். எங்கே போயாவது அவர் நல்லா இருக்கார்ல, மனுஷனாக இருக்கிறார்ல, விட்டுடுங்க, அவர் தொந்தரவு பண்ணாது. அதுக்கு பிறகு தான் என் பிரச்சனை தீர்ந்துன்னு. கடந்த நாளில் நான் ஒரு ஆரத்தில் ஒரு நாள் தெருப்பிரசங்கம் பண்ணோம், புதன்கிழமை. கத்தோலிக்க ஏரியாஸில் தான் அந்த என் கூட வர்ற எல்லாம் அந்த நண்பர்கள் ஸ்பீக்கர் சிஸ்டம் எல்லாம் கொண்டு வருவாங்க, நான் பிரசங்கம் பண்ணுவேன். நான் அவங்க கத்தோலிக்க வேதாகம் வச்சு தான் பேசுவேன், அவங்க ஃபாதர் பேசுகிற மாதிரி தான் பிரசங்கம் பண்ணுவேன். ரொம்ப பிரசங்கம் பண்ணிகிட்டு இருந்தாவெல்லாம் அங்கே தாரார், பல இடத்துல தாரார் பண்ணுவாங்க, இல்லை பேசப்படாலாம் சொல்லி விரட்டுறாங்க. அப்போ ஃபாதர் வந்துட்டார். யார் வந்தார்? ஃபாதர் கூப்பிட்டு வந்துடுறாரு. அவர் மஃப்டியில் வந்திருக்காரு. மஃப்டின்னா அவருக்கு அங்கீலாம் வந்துருக்காரு. ஓகேயா? ஸோ அங்கீலாம் வந்துட்டார். வந்து அங்கே தர அவர் எங்கள் பிரதர்ஸ் எல்லாம் நின்னாங்க, அவங்கள்ட்ட அப்படி பேசுகிறேன். நான் பேச்ச நடத்தவே இல்லை, கண்ணை மூடிக்கிட்டு நான் இப்படி தான் மைக்கை மாட்டிட்டு நான் பாட்டுக்கு பேசிகிட்டே இருக்கிறேன். அப்புறம் வந்து நடத்துங்க நடத்தின அப்புறம் தான் நடத்தினேன். அப்போ அந்த ஃபாதர் தான் இவர் ஃபாதர்னு சொன்னாங்க. அப்போ நானும் ஒரு அர்ப்பணியாளர் தான். அவர் முன்னால் போய் பேசி, ஃபாதர், நானும் உங்களை போல் ஒரு அர்ப்பணியாளன் தான், இயேசுவின் சுவிசேஷத்தை பேசுகிறதுக்கு தான் இங்கே வந்தேன். உடனே அவர் சொன்னார், நீங்கள் செய்கிறது நல்ல பணி, இதை வந்து நீங்கள் இயேசு அறியாத இடங்களை போய் சொல்லுங்கள். இங்கெல்லாம் இயேசு அறிஞ்சவங்க தானே, உங்கள்கிட்ட வந்து நீங்கள் அது இதையும் குழப்பறது எதுக்கு? நான் சொன்னேன், ஃபாதர், சிலர் வந்து எங்கள்கிட்ட ஜெபிக்க வர்றாங்க, ப்ரே பண்ண வர்றாங்க, பிசாசு ஒருத்தரோன்னு வர்றாங்க, நோயின்னு வர்றாங்க, வேறு பிசாசு பிரச்சனை எல்லாம் வர்றாங்க. அப்போ நான் கேட்பேன், உங்களுக்கு இயேசுநாதர் தெரியுமாண்ணா? ஆமாம் தெரியுங்கிறேன். எந்த சர்ச்சுக்கு போவேன்னு கேட்டால் நாங்கள் கத்தோலிக்க சங்குக்கு போவோன்னு. இப்போ தான் நான் குழம்பி போனேன். நான் அந்த ஃபாதர்கிட்ட சொன்னேன், இப்போ தான் நான் குழம்பி போனேன். இயேசுவை தெரியுங்கிறாங்க, கத்தோலிக்க சர்ச்சு தான் போனோங்கிறாங்க, அப்புறம் எப்படி உங்களுக்கு பிசாசு பிரச்சனையில் நீங்கள் மாட்டினீங்க அப்படின்னு நான் சிந்திச்சு பார்த்தா, அப்போ தான் இயேசுவின் வார்த்தைகள் உங்கள் வாழ்க்கையில் இல்லை, அல்லே இயேசுவின் வசனங்களுடைய ஜீவிதத்தில் இல்லை. பரிசுத்தாத்மா இந்த நியந்திரணம், பரிசுத்த ஆவியானவருடைய செயல்பாடு உங்கள் வாழ்க்கையில் இல்லை. அதான் கொஞ்சம் முன்ன சொன்னேன்ல, பழைய ஆவி புதிய. அதனால தான் இப்படி வந்துட்டுன்னு தெரிஞ்சதுனால அவங்களுக்கு ஆலோசனை சொன்ன ஜெபம் பண்ணும். அதனால் இந்த மக்கள் மத்தியிலையும், எப்பா கையில் விவிலியம் இருக்குது, உங்கள் விவிலியம் தான் நான் வச்சுருக்கேன், இயேசுவின் வார்த்தையை வாசிங்க, அவர் சொன்னதை செய்யுங்க, அவர் நடந்ததை செய்யுங்க, அன்னை மரியா சொல்லியிருக்காங்க, அவர் சொல்கிறபடியெல்லாம் இன்றைக்கி செய்யுங்க, 2:5 யோவான் இவ்வளோலாம் செய்யுங்கன்னு இதுதான் நான் சொல்கிறேன் ஃபாதர், வேறு ஒன்றும் சொல்லலை. உடனே அவர் சொல்கிறாரு, அது இங்கேருந்து நீங்கள் சரியாக பேசுவீங்களா இருக்கலாம், வேறு பலர் பலவிதமாக பேசி இங்கேருந்து ஜனங்களை கொண்டு போகிறாங்க, அங்கே போய் மனநோயாளி ஆக்கி வச்சுருக்காங்க. எப்படியும் அவர் சொல்கிற வார்த்தை,
இங்கேருந்து ஏதோ பேசி பேசி அது சில வணங்குறீங்க, அது சரியில்லை, சில கூட்டிட்டு போகிறாங்க. அங்கே போய் இவங்களை மனநோயாளியாக்கி வச்சுருக்கிறாங்க, மென்டலாக இருக்கிறது நாங்கள் பார்க்குறோம். இப்படிலாம் செய்கிறாங்கல்ல, தடுக்கிறதுக்கு தான் நாங்கள் எதை செய்கிறோம். இவ்வளோ சொன்னால் தான் உண்டு. என் பக்கத்தில் ஒரு சகோதரர் இருந்தார். அவரும் கடல் தொழில் செய்து குடிவழக்கத்தில் இருந்து ஆண்டவரால் தொடப்பட்டு இப்போ நல்ல சுகமாயி இந்த மக்களுக்கு இதை சொல்லணும்னு அவர் வந்திருக்கார். அவர் சொன்னார், ஃபாதர், நான் ஒரு காரியம் சொல்லணும் உங்கள்கிட்ட. நம்ம மக்கள் இத்தனை வருஷம் குடிப்பழக்கத்திலே அடிமையாக தானே இருக்காங்க. இவர் மென்டலாக இருக்காங்கன்னு இவர் சொன்னார்ல, ஃபாதர் சொன்னார்ல, உடனே இவர் சொன்னார், நம்ம எல்லாம் குடிச்சிட்டு ரோட்டில் கிடக்குறேன், என்ன சொல்கிறீங்க நீங்கள்? அவ்வளோதான். உடனே மற்றவெல்லாம் ட்ரபிள் பண்ண, குடிக்கப்படாதுன்னு எங்கடா எழுதியிருக்கு, குடிங்கள்னு சொல்லியிருக்கான். அவன் சொல்கிறான், ஃபாதருக்கு பக்கத்தில் வச்சு ஒருத்தர் சொல்கிறான், குடிங்கள் தான் சொல்லியிருக்கான்னா அவரே குடிக்கிறவரில்ல, குடிப்பழக்கத்தில் இருக்கவரில்ல, அதனால் எங்கே சொல்லியிருக்கிறான்னு சண்டை பண்ணிட்டாங்க. உடனே நம்மவர்கள் பார்த்தாங்க, இனி இதுக்கு மேலே பேச்ச வளர்க்கப்படாது, லோ லெவல், ரொம்ப லோ லெவல் ஆகிடுச்சுல்ல, சரிப்பா வேணாம் நம்ம போ ரெண்டு கிளம்பி போயிட்டோம். அல்ல இல்லையோ. ஸோ இப்படி எல்லாம் தொந்தரவு பண்ணாங்க. இப்போ தான் கொஞ்சம் பிரச்சனை தீர்ந்தது, சமாதானமாக இருக்கிறேங்கிறார். அல்ல இல்லையோ. அப்போ புதிய ஆவி வந்த அப்புறம் என்ன ஆயிட்டு, புதிய சிருஷ்டி ஆயிட்டாங்க. புதிய சிருஷ்டி ஆகி புதிய அனுபவத்தில் போகிறதுனால இவங்களுக்கு ஆண்டவர் நான் சகலமும் புதிதாக்குறேன்னு சொன்னார்ல, பரலோக காரியங்களை கொடுக்க போகிறார். அந்த நம்பிக்கையில் தானே போகிறாரு. பழைய சிருஷ்டிக்கு பின்னால் போன பிறகு சமாதானம் வரல. புதிய சிருஷ்டியை விசுவாசித்து பரலோக ராஜ்யத்தை மனசில் வச்ச போது, பரலோக ராஜ்யத்தை மனசில் வைத்த போது இந்த பூலோக ராஜ்யத்தினுடைய காரியங்கள் எல்லாம் அந்த சாபம். ஒரு வசனம் சொல்லி நான் முடிக்கிறேன், நேரம் ஆகிட்டு 1 மணி ஆக போகுது. ஓகே, யா முடிக்கிறேன். அது என்னன்னா, பரலோகம் என்பது ஆசீர்வாதமானது. பரலோகம் என்பது ஆசீர்வாதமானது. வசனம் தர்றேன், அது வெளிப்பாடு 22:3. இனி ஒரு சாபம் வராது, ஆட்டுக்குட்டியானவருடைய சிங்காசனம் அங்கே இருக்கும். அப்போ இயேசுநாதர் ஆட்சி செய்யக்கூடிய இடத்துல தான் சாபம் இல்லாமல் இருக்கும். இந்த பூமி உன் நிமித்தம் சபிக்கப்பட்டிருக்கோம்னு சொல்லியாச்சு இல்லையா? அப்போ அந்த ஆசீர்வாதமான பரலோகத்தை நம்முடைய மனசில் வச்சாதான் நம்ம வாழ்க்கையில் இருக்க சாபம் தீரும். இப்போ புரியுதா? இந்த சாபத்தீடான உலகத்தை நம்முடைய மனசில் வச்சா இந்த சாபம் தீராது. வர வர சாபமும் சாப காரியங்களும் அதிகரிக்குமே தவிர குறையாது. இப்போ புரியுதுல்ல? இப்போ உலகத்தை ஜெயிக்கிறது, விஜயிക്കുന്നതെന്ന് പറഞ്ഞാൽ பரலோகத்திலே பொக்கிஷத்தை மனசை வைக்கணும், பூலோகத்தை வைக்கப்படாது. அப்படி பரலோகத்தில் மனசை வைக்கும்போது பரலோகத்துக்கு ஏற்ற சிந்தை, அந்த குணம், அந்த காரியம் எல்லாம் மாறிடும். மாறி மாறி ஒரு நாள் நான் சகலத்தையும் புதிதாக்குறேன்னு சொல்கிறார்ல, அந்த புதிய சூழ்நிலையிலே நாம் அவரோடு நித்தியமாய் வாழக்கூடிய அனுபவம் நமக்கு கிடைக்கும். ஆகவே இந்த ஒரு வாழ்க்கையை, இந்த ஒரே வாழ்க்கையை இந்த சாபமான லோகத்துக்காகவும் உலகத்தின் காரியங்களுக்காக மதிப்பு மரியாதைக்காக ஓடாமல் ஆண்டவராக இயேசு இருக்கிற இடத்துல அவர் கொடுக்குற மதிப்பு மரிയാதை മാന്യതയ്ക്കായി വേണ്ടി അങ്ങനെ ജീവിക്കുവാൻ ഈ ദിവസം തന്നെ നമ്മളെ അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വർഷം പഴയ വർഷം പോയതുപോലെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞു പോട്ടെ. അങ്ങനെ ദിനം പ്രതി ഒവ്വൊരു നാളും നാം പുതിയതാക്കപ്പെട്ടവരായി, ശരിയാ, പുതിയതായിട്ട് ജീവിക്കുന്നവരായി, പുതിയ സൃഷ്ടിയായി മാറുന്നവരായി നമ്മെ ഒന്നുകൂടെ അർപ്പിക്കാം. ദൈവം തന്നെ ഈ വചനങ്ങൾ മുഖാന്തരമായിട്ട്, ഈ വസന മുഖാന്തരമായി ഉങ്ങളെ ആശീർവദിപ്പാറാകെ.